ആത്മാവിന്റെ വെളിപ്പെടുത്തലുകളിലേക്ക് മാന്യപ്രേക്ഷകർക്ക് വീണ്ടും ഹൃദയപൂർവ്വം സ്വാഗതം. അതുപോലെ നാക്യംപുറമ്പിൽ വെച്ച് നേതൃത്വം കൊടുക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷയുടെ നമുക്ക് ആരംഭിക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. നല്ലവനായ ദൈവമേ, ലോകം മുഴുവൻ യേശുവിന്റെ സുവിശേഷം എത്തിക്കുവാനുള്ള ദിവ്യ കൽപ്പന അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു. ലോക സുവിശേഷീകരണത്തിന് വേണ്ടി ഞങ്ങളെ എല്ലാവരെയും ഈ ഗുഡ്നസ് ടെലിവിഷൻ ശുശ്രൂഷയെയും തെരഞ്ഞെടുത്തിരിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങളിലൂടെ ദൈവവചനവും അനുഭവ സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ജനം, ലോകത്തിന്റെ അതിർത്തികൾ വരെയുള്ള ആ ജനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. അവരെ എല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ അങ്ങേക്ക് ആരാധന, യേശുവേ അങ്ങേക്ക് ആരാധന. അബാപിതാവേ നന്ദി, അബാപിതാവേ അബാപിതാവേ സ്തോത്രം, അബാപിതാവേ സ്തോത്രം, അബാപിതാവേ അങ്ങേക്ക് ആരാധന, അബാപിതാവേ അങ്ങേക്ക് അങ്ങേക്ക് ആരാധന, മഹത്വം, അങ്ങേക്ക് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ പ്രേക്ഷകരെ, ഇന്ന് നമ്മോടൊത്ത് അനുഭവങ്ങൾ പങ്കുവച്ച് നായ്ക്കമ്പറമ്പിലച്ചനിലൂടെ ആത്മാവിന്റെ വെളിപ്പെടുത്തലുകൾ നമുക്കായി പകരാൻ എത്തിയിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും നിശ്ചയമായും സുപരിചിതനായിരിക്കുന്ന ജോൺ എഫ് ചെറിയവിളി വിസിയാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകരെ സംബന്ധിച്ച് വെളിച്ചം എന്നൊരു പ്രോഗ്രാമിലൂടെ അനേകർ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല, ഗ്രന്ഥകർത്താവ് എന്ന നിലയിൽ വളരെ വിഖ്യാതമായ അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ എല്ലാവർക്കും പരിചിതമാണ്. അതിലുപരി ഇപ്പോൾ നമ്മൾ ഈ വേദിയിൽ അദ്ദേഹം എത്താൻ കാരണമായ സുവിശേഷ പ്രഘോഷകൻ എന്ന കാരണമാണ് നമ്മുടെ ചർച്ചാ വിഷയമാവുന്നത്. നമുക്ക് ജോൺ എഫ് ചെറിയവിളി അച്ഛനെ ശ്രവിക്കാം. ആദ്യമായി അച്ഛ, ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഈ പ്രേക്ഷകർക്ക് ഒരു കൗതുകം ഉണ്ടാവും, അച്ഛൻ ഈ വേദിയിൽ വന്നിരുന്ന നായ്ക്കമ്പറമ്പിലച്ചനോടൊത്ത് സംസാരിച്ച് വെളിപ്പെടുത്തലുകൾക്കായി ഞങ്ങളുടെ ശ്രോതാക്കൾ കാത്തിരിക്കുന്നു. നിങ്ങൾ സഹപാഠികളാണ് എന്ന ഒരു കാര്യം ഒരുപക്ഷെ ഇവർക്ക് അറിയണമെന്നില്ല. ഒരുമിച്ച് ദൈവശാസ്ത്ര പഠന ലോകത്ത് ഉണ്ടായിരുന്നവരാണ്. ആ സഹപാഠികൾ എന്ന അർത്ഥത്തിലുള്ള അച്ഛനുമായിട്ടുള്ള പരിചയത്തെ ഒന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി പറഞ്ഞു തുടങ്ങാമോ? ഞങ്ങൾ രണ്ടുപേരും ആലുവയിലുള്ള വിദ്യാഭവനിൽ ഒരുമിച്ച് പഠിക്കുന്നുണ്ട്. ഞാൻ ഫിലോസഫി പഠിക്കുന്നു, അച്ഛൻ തിയോളജി ചെയ്യുന്നു. എനിക്ക് പട്ടം ലഭിക്കുന്നത് 82-ലാണ്, അച്ഛന് തിരുപ്പട്ടം കിട്ടുന്നത് 76-ലാണ്. അപ്പോൾ അത്രയ്ക്ക് വ്യത്യാസമുണ്ട്. ഞാൻ ഫിലോസഫിയാണ്, അച്ഛൻ തിയോളജിയാണ്. പക്ഷെ ആ കാലത്ത് തന്നെ അച്ഛനിൽ ചില പ്രത്യേകതകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ സമയത്ത് കരിസ്മാറ്റിക് ധ്യാനത്തിലേക്ക് അച്ഛൻ അങ്ങനെ ആക്റ്റീവായി വന്നൊരു കാലഘട്ടമല്ല. അച്ഛൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്രത്യേക കാര്യം ആ കാലത്ത് ചെയ്യുമായിരുന്നു. അച്ഛന് ദരിദ്രരായ ആളുകൾ, പാവപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ച് ആലുവ മംഗലപ്പുഴ സെമിനാരിയുടെ മുൻവശത്ത് അക്കാലത്ത് വലിയൊരു സ്ലം ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 200ഓളം വീടുകളോ അല്ലെ 150 വീടുകളോ ഒക്കെ ആയിട്ട് സ്ലമ്മാണ്. വളരെ പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്നു. അപ്പോൾ അച്ഛനൊരു താല്പര്യം, ആ വീടുകളിലൊക്കെ പോകണം. അച്ഛൻ്റെ കൂടെ പോകാനായിട്ട് പലപ്പോഴും ആരെയും കിട്ടാറില്ല. അപ്പോൾ അച്ഛൻ്റെ കൂടെ ഞാൻ പലപ്പോഴും ആ സ്ലമ്മുകളിൽ ഒരുമിച്ച് പോകാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരോട് പോയി സംസാരിക്കും, ഞങ്ങൾ അവരുടെ കൂടെ ചിലപ്പോൾ പ്രാർത്ഥിക്കും. പിന്നെ ഈ കുഷ്ഠരോഗികൾക്ക് വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങൾ, ക്ഷയരോഗികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, ഉച്ചയ്ക്ക് അവിടെ വരുന്ന ഏതാണ്ട് 10-20ഓളം പേർക്ക്
നമ്മൾ വിദ്യാഭവനിൽ ആഹാരം ഫ്രീ ആയിട്ട് കൊടുക്കുമായിരുന്നു. ഒരു സോഷ്യൽ സർവീസ് ലീഗ് എന്നും പറഞ്ഞൊരെണ്ണമുണ്ടായിരുന്നു. അച്ഛൻ ആ കാലത്ത് അതിനകത്തായിരുന്നു വളരെ ആക്റ്റീവ്, സാധുസേവനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് അച്ഛനെ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന മാത്യു എന്ന രീതിയിലൊരു പേര് പോലും ആ കാലത്തെ ആൾക്കാർ സെമിനാരി പറയുമായിരുന്നു. അപ്പം ആ രീതിയിൽ ആ കാലത്ത് അങ്ങനെ പരിചയപ്പെടുന്നു. പിന്നെ പ്രാർത്ഥന, പഠനം പലപ്പോഴും അച്ഛനുമായിട്ട് ഞാൻ കൺസൾട്ട് ചെയ്യാറുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ചിലപ്പോൾ ആ കാലത്ത് തന്നെ ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ആ രീതിയിൽ ഞങ്ങൾ സഹപാഠികളാണ്. അച്ഛൻ ചെറുവിളിയച്ചൻ പറഞ്ഞനുസരിച്ച് അച്ഛൻ്റെ ഒരു സഹാനുഭൂതിയുടെ മനസ്സിനെ കൂടുതൽ സഹായിച്ചിട്ടുള്ള ആളാണ് അച്ഛൻ. കാരണം പലരെയും കൂടെ വിളിച്ചാൽ കിട്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം അച്ഛൻ്റെ മനസ്സിനോട് ചേർന്ന് നിന്ന് പല കാര്യങ്ങളിലും പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ ആയിട്ട് മനസ്സിലാക്കുന്നു. ഒപ്പം ഈ സുവിശേഷ പ്രഘോഷകനായിട്ട് മാത്രമൊക്കെ അറിയപ്പെടുന്ന ഒരു ജനമാണ് ഈ ഗുഡ്നസ് ടിവിക്ക് മുന്നിൽ അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സഹാനുഭൂതിയുടെ ഒരു മനസ്സ് ഉള്ളിലുള്ളത് ഒന്ന് ആ കാലഘട്ടത്തെ ഒന്ന് വിശദീകരിക്കാമോ? ദൈവത്തിൻ്റെ അനന്ത പരിപാലനയിൽ ഞാനും ചെറിയുള്ളിയച്ചനും സുവിശേഷ വേലയിൽ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ പ്രാവശ്യം, വളരെ വർഷങ്ങൾ. അതിനു മുമ്പ് സെമിനാരി പഠനകാലത്ത് ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള വേദി കർത്താവ് നൽകി. ഇങ്ങനെ സുവിശേഷ വേലക്കാരെയും മറ്റ് ശുശ്രൂഷകരെയും ഒരു സ്നേഹ കൂട്ടായ്മയിൽ ഒന്നിപ്പിച്ച് ചേർക്കുന്നത് പരിശുദ്ധാത്മാവാണ്. കാരണം ഭാവി ശുശ്രൂഷയുടെ പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട്. ആ ദൈവിക പ്രചോദനത്തിലായിരിക്കണം ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കാനും അഗതികളെയും രോഗികളെയും സന്ദർശിക്കാനും അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചിലത് ചെയ്യുവാനും ഞങ്ങളുടെ സെമിനാരി പഠനകാലത്ത് എന്നെയും അച്ഛനെയൊക്കെ ഉപയോഗിച്ചത്. ഞാൻ ഓർക്കുകയാണ്, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എറണാകുളത്ത് നിന്ന് മലബാറിലുള്ള എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാതെ ആയിരിക്കും ഞാൻ പോകുന്നത്. ഓൺ ദ വേ വേണമെങ്കിൽ കുടിക്കാം. മിച്ചം വെക്കുന്ന പൈസ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ളൊരു കൃപ എന്നിൽ പ്രവർത്തിച്ചിരുന്നു. സെമിനാരി കാലത്തും പിന്നെ കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ കാലത്തും എല്ലാം. അത് ദൈവത്തിൻ്റെ ഒരു കരുണയുടെ ഒരു നടത്തിപ്പാണ്. അതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പോൾ ഞങ്ങളെ അങ്ങനെ സ്നേഹ ശുശ്രൂഷയിൽ, പ്രത്യേകിച്ച് അഗതികൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയിൽ ഒന്നിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ദൈവത്തെ സ്തുതിക്കുന്നു. പിൽക്കാലത്ത് ദൈവാനുഭവം കുറെ കൂടെ മെച്ചപ്പെട്ട രീതിയിൽ കിട്ടിയപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ഞങ്ങളെ ഒന്നിപ്പിച്ചു. അതിന് എല്ലാവർക്കും അതിന് നല്ല അനുഭവമുണ്ട്. അനേക കൺവെൻഷനുകൾ ഒന്നിച്ച് പോയി, ധ്യാനങ്ങൾ ഒന്നിച്ച് നടത്തി, ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും എല്ലാം ശുശ്രൂഷകൾ ചെയ്യാൻ ദൈവം ഞങ്ങളെ ഒരുമിപ്പിക്കുന്നതിന് മുമ്പാണ് സെമിനാരി ജീവിതകാലത്ത് ഈ ആത്മാഭിഷേകത്തിൻ്റെ ഒരു പ്രത്യേക അനുഭവത്തിലൂടെ ഞങ്ങളെ നയിച്ചത്. പ്രേക്ഷകരെ, നമ്മൾ യേശുവിനെ കുറിച്ചും സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഈ പരിഭ്രാന്തരായ ജനതയെ കണ്ടപ്പോൾ അനുകമ്പ തോന്നി, അവർക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുത്ത് പറഞ്ഞയക്കണം എന്ന മനസ്സ്. ഇത് തന്നെയാണ് ഞങ്ങൾ 3 പേരും അംഗങ്ങളായിരിക്കുന്ന വിൻസെൻഷൻ സഭയുടെ സ്ഥാപകനായ വിൻസെന്റ് ഡി പോളിനും നാക്കിമർമലച്ചൻ്റെ ജീവിതത്തിൽ പറഞ്ഞ അതേ സംഭവം തന്നെ വിൻസെന്റ് ഡി പോളിൻ്റെ ജീവിതത്തിലുമുണ്ട്. ബാല്യകാലത്ത് ധാന്യം പൊടിക്കാനൊക്കെ പോയിരുന്നപ്പോൾ മിച്ചം വരുന്ന പണമൊക്കെ സൂക്ഷിച്ചു വെച്ച് അഗതികൾക്ക് കൊടുത്തിരുന്നതോ പൊടിക്കാൻ പോകുന്ന ധാന്യത്തിൽ നിന്ന് പോലും കുറച്ച് പാവങ്ങൾക്ക് മാറ്റിവെക്കുന്നതൊക്കെ ആയിട്ടുള്ള ശുശ്രൂഷ രീതി. ഏതായാലും ഈ സഹാനുഭൂതിയുടെ മനസ്സ് ഒരുപക്ഷെ പലരും കബളിപ്പിക്കപ്പെടുന്നൊരു മേഖല കൂടിയാണ്. ഒരു വിവേചനാശക്തി ഇല്ലെങ്കിൽ കബളിപ്പിക്കപ്പെടാവുന്നൊരു മേഖല. അവിടെയൊക്കെ അച്ഛനെ സംബന്ധിച്ച് ജനത്തിനറിയാം, ദൈവ വെളിച്ചം സ്വീകരിച്ച് സംസാരിക്കുന്ന പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പം ആ കാലഘട്ടത്തെ ഒന്ന് ഈ വിവേചനാശക്തിയോടുകൂടി കണ്ടാലോ, ഈ ചെയ്ത ഉപകാരമൊക്കെ ദൈവം നിശ്ചയിച്ചിരുന്നതായിരുന്നു എന്ന് ഉറപ്പുള്ള വിധത്തിൽ പറയാൻ കഴിയും. പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യത്തിൽ നമുക്ക് ചിലപ്പോൾ അബദ്ധങ്ങൾ പറ്റാം. അബദ്ധങ്ങൾ പറ്റിയാലും അവരെ സഹായിക്കാൻ മടിക്കേണ്ടതില്ല എന്നാണ് വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെയും പല വിശുദ്ധന്മാരുടെയും പ്രബോധനം. കാരണം ചിലപ്പോൾ കബളിപ്പിക്കപ്പെടുന്നതിന്റെ പേരിൽ അർഹിക്കുന്ന പാവപ്പെട്ടവന് സഹായം കൊടുക്കാതിരിക്കണ്ട. അതേസമയം നമ്മൾ ആത്മീയ വിവേചനയിലേക്ക് ഈ വിഷയം പരിഗണനയ്ക്ക് എടുക്കുമ്പോൾ മനുഷ്യന് അല്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെടുന്ന അനുകമ്പ, ഇറ്റ് ക്യാൻ ബി എ ഹ്യൂമൻ കമ്പാഷൻ, മാനുഷികമായ അനുകമ്പയും പിന്നെ ഡിവൈൻ കമ്പാഷൻ. ഇത് തമ്മിൽ വിവേചിക്കാൻ സാധിച്ചാൽ അല്പം കൂടെ പ്രയോജനപ്രദമായിട്ട് ഈ കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റും. വെറും കേവലമായ മനസ്സലിവാണെങ്കിൽ നമുക്കുള്ളതെല്ലാം കൊടുത്താലും മറ്റേ സഹായിക്കുന്നവരുടെ സഹായത്തിനുള്ള ആവശ്യം തീരുകയില്ല. എന്നിൽ നിന്ന് കർത്താവ് എന്തുമാത്രം ഈ മേഖലയിൽ ഈ വ്യക്തിക്ക് ഈ ഗ്രൂപ്പിന് ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവെ എന്നോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ഒരു നിർബന്ധത്തിലായിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരു സമയം മാറ്റിവെച്ചു.
കൂട്ടുകാരുമായിട്ടൊന്ന് ആലോചിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു സമയം മാറ്റിവെച്ചു. ഞാനും ചെറിയ വെളിച്ചനുമായിട്ടുള്ള പല ശുശ്രൂഷകളിലും ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആലോചന ചോദിക്കുന്ന ഒരു കൃപയിലൂടെ കർത്താവ് പലപ്പോഴും നയിക്കുമായിരുന്നു. അപ്പം ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ദൈവസ്വരം ശ്രവിക്കാനുമുള്ള ഒരു വിളി ഞങ്ങൾക്ക് രണ്ടുപേർക്കും അനുഭവപ്പെട്ടതുപോലെയാണ് ഇങ്ങനെ തോന്നിയിട്ടുള്ളത്. ഒരുമിച്ച് പ്രാർത്ഥിക്കും, വേണോ വേണ്ടയോ എങ്ങനെയാണ്, അപ്പോൾ എടുത്തിയാട്ടം കൂടാതെ ചെയ്യുന്നതാണ് നല്ലത്. അതേസമയം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന കൃപ നമ്മിൽ പ്രവർത്തിക്കുന്നതിന് ഇങ്ങനെയുള്ള ആലോചനയും പ്രാർത്ഥനയും അല്പം കാത്തിരിപ്പും നല്ലതായിരിക്കും. ചെറിയ വിളിയച്ച, ഈ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് ആധികാരികമായി ഗ്രന്ഥമെഴുതിയിട്ടുള്ള ആളാണ്. പ്രഭാഷണ വഴികളിലൊക്കെ ജനം ശ്രദ്ധിക്കുന്നതും അച്ഛൻ്റെ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടി കൂടിയാണ്. ഈ കാലഘട്ടത്തെ ഈ വിവേചന ശക്തിയുടെ അല്ലെങ്കിൽ വിവേകം എന്ന വരമൊക്കെ വെച്ചൊന്ന് വിലയിരുത്തിയാൽ അന്നത്തെ ഈ ദരിദ്ര ജനസേവന ശുശ്രൂഷ ദൈവഹിതപ്രകാരമുള്ളതായിരുന്നുവെന്ന് പിന്നീടുള്ള പഠനങ്ങളിലൂടെ ആത്മവെളിച്ചത്തിൽ അച്ഛന് അതിനെ ഒരു സംസാരിക്കാൻ പറ്റും. തീർച്ചയായിട്ടും യേശുക്രിസ്തുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമാണല്ലോ, മനുഷ്യനെ സ്നേഹിക്കാത്തവർക്ക് ആർക്കും ദൈവത്തെ സ്നേഹിക്കാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ ആ ആരംഭ കാലഘട്ടത്തിൽ നമ്മൾ വിൻസെൻ്റ് പോളിൽ നിന്ന് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ അധികമായി നമ്മൾ പരിചയപ്പെട്ടത് സെമിനാരിയിൽ സാധുക്കളെ സഹായിക്കുന്ന, അനാഥരെ സഹായിക്കുന്ന വ്യക്തിയായിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ ഉള്ള ഒരു ശ്രമമാണ് ആ കാലത്തുണ്ടായിരുന്നത്. അത് തീർച്ചയായും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. പക്ഷേ പിൽക്കാലത്ത് എന്നതുപോലെ അതിങ്ങനെ ഓരോ വീട്ടിലും പോണതിന് മുമ്പ് കണ്ണടച്ച് പ്രാർത്ഥിച്ച് ആ വീട്ടിൽ കയറണോ വേണ്ടയോ അങ്ങനെ തീരുമാനിക്കുന്നൊരു കാലഘട്ടമായിരുന്നില്ല അത്. പക്ഷേ ഞാൻ അച്ഛനുമായിട്ട് പ്രായത്തിൽ പഠന പ്രായത്തിൽ തന്നെ 6 വർഷത്തോളം വ്യത്യാസം ഉണ്ടെങ്കിലും അച്ഛൻ്റെ ചില ആത്മീയ കാര്യങ്ങൾ ഞാനുമായിട്ട് പങ്കുവയ്ക്കുമായിരുന്നു. പ്രത്യേകിച്ച് അച്ഛന് പട്ടം സ്വീകരിക്കുന്ന ആ കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും അച്ഛൻ പല രീതിയിലുള്ള ടെൻഷനിലൂടെ കടന്നു പോകുന്നുണ്ട്. പട്ടത്തിൻ്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട് ആൾക്കാരെ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഒരു പക്ഷേ അച്ഛനത് മറ്റുള്ളവരോടൊക്കെ പങ്കുവയ്ക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കും. ഞാൻ കൊച്ചാണേലും അച്ഛൻ എന്നോട് ആ കാര്യങ്ങൾ ആ കാലത്ത് തന്നെ പറഞ്ഞതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അവിടെ ഇപ്പോഴുള്ള പോലെ ഒരു ഡിസൈൻമെൻറ്റിൻ്റെ പ്രാർത്ഥിച്ച് ആലോചിച്ച് ഓരോ ചെറിയ കാര്യവും ദൈവഹിതപ്രകാരം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് തീർച്ചയായിട്ടും വന്നിട്ടില്ല. പക്ഷേ അതിലേക്കുള്ളൊരു വളർച്ചയായിട്ട് അതിനെ കണക്കാക്കാനായിട്ട് പറ്റും. ക്രിസ്തീയ ആധ്യാത്മികതയുടെ കേന്ദ്രം തന്നെ അതാണല്ലോ. 1-ാം പ്രമാണം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് 2-ാം പ്രമാണവും. ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യരെ സ്നേഹിക്കുക, രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണെന്നാണ് പറയുക. അപ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് സഹാനുഭൂതി തീർച്ചയായിട്ടും ഉണ്ടാകും. സഹാനുഭൂതി ഇല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മ സ്നേഹം അല്ലെ പരിശുദ്ധാത്മാവുമായുള്ള ബന്ധമെന്ന് പറയുന്ന ഒരു തട്ടിപ്പ് ആയിരിക്കും. അങ്ങനെയാണ് ക്രിസ്തുമതം അതിനെ കണക്കാക്കുന്നത് തന്നെ അങ്ങനെയാണ്. മറ്റുള്ളവരോട് സ്നേഹം കാണിക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ ആ പരിശുദ്ധാത്മ അഭിഷേകത്തിൽ തട്ടിപ്പെന്നല്ലെങ്കിലും എന്തോ ഒരു അപാകതയുള്ള ഒരു പരിശുദ്ധാത്മ ബന്ധമാണ്, ദൈവവിശ്വാസമാണ്. ആ രീതിയിലാണ് അതിനെ ക്രിസ്തുമതം കണക്കാക്കുന്നത് തന്നെ. അച്ഛാ, ഇപ്പോൾ ചെറിയ വെളിച്ചം പറഞ്ഞതിലൂടെ ഒരു വെളിച്ചം കിട്ടുന്നത് പരിശുദ്ധാത്മ സ്നേഹം ഉള്ള ഒരാൾക്ക് സഹാനുഭൂതി അതിൻ്റെ പിന്തുടർച്ചയാണ്. അതിനോടൊന്ന് പ്രതികരിക്കാമോ? സെമിനാരി കാലത്ത് നമുക്ക് അന്നറിയാവുന്ന രീതിയിൽ നമ്മളിൽ പ്രവർത്തിച്ച ആ സഹാനുഭൂതി, സ്നേഹം, കരുണ പ്രവർത്തിച്ച് നമ്മൾ ചെറിയ രീതിയിൽ അണ്ണാൻകുഞ്ഞിലും തന്നാലായ പോലെ എന്ന മട്ടിൽ നമ്മൾ ചെയ്തു. വീടുകൾ സന്ദർശനം, അല്പം ചെറിയ തോതിലുള്ള പൈസ പിരിവ്, നമ്മുടെ കയ്യിൽ കിട്ടുന്നതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുക. എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തന് വലിയ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ ദൈവം ഒരു വലിയ കാര്യം ഏൽപ്പിച്ചു തന്നതാണ് വചനപ്രഘോഷണ ശുശ്രൂഷ. ആദ്യകാലത്ത് അറിയാവുന്നതുപോലെ ചെയ്തപ്പോൾ, അതും പരിശുദ്ധാത്മാവിൻ്റെ പ്രകടമായ വരദാനങ്ങളൊന്നും പറയുന്നില്ലെങ്കിൽ പോലും ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ചെയ്തപ്പോൾ ദൈവം സംപ്രീതനായി. ഏറ്റവും വലിയ കാര്യമാണ് ആത്മരക്ഷയുടെ എല്ലാവർക്കും രക്ഷ എത്തിച്ചു കൊടുക്കുന്ന വചനപ്രഘോഷണ വേദിയിലേക്ക് ഞങ്ങളെ നയിച്ചത്. അതിന് വാസ്തവത്തിൽ എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത്? ഇത്രയും വലിയ ജനം, നാനാജാതി മതസ്ഥര്, അവരോട് വചനം പ്രസംഗിക്കുവാൻ. ഇത് മാത്രമല്ല, ജനം ധാരാളമായി വന്ന് വചനം കേൾക്കുന്ന ഇന്നത്തെ ആ വലിയ ശുശ്രൂഷയ്ക്ക് നമ്മളെ ഒരുക്കിയത് ഈ ചെറുത് എന്ന് ലോകം വിധിക്കുന്ന പ്രധാനപ്പെട്ട പരസ്നേഹ ശുശ്രൂഷയിൽ വ്യാപരിച്ചതാണ്. പ്രേക്ഷകരെ, വളരെ ശക്തമായ ഒരു ദൈവ സന്ദേശം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു.
ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരുന്നാൽ വലിയ കാര്യങ്ങൾ ദൈവം ഏൽപ്പിക്കും. നായ്ക്കമ്പറമ്പലച്ചനും ചെറിയ വിളച്ചനും ഉൾപ്പെടെയുള്ളവർ പഠനകാലത്ത് തന്നെ മനുഷ്യരുടെ ഭൗതിക നേട്ടം എന്ന ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത കാണിച്ചപ്പോൾ അവരുടെ ആത്മരക്ഷ എന്ന ഏറ്റവും വലിയ കാര്യത്തിന്റെ പ്രചാരകരായി ഇവരെ ചുമതലപ്പെടുത്തി എന്ന വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ കേൾക്കുന്നത്. ചെറിയ വിളിയച്ച അച്ഛൻ പിന്നീട് ഈ നായ്ക്കമ്പറമ്പലച്ചൻ എന്നാൽ ധ്യാനഗുരു എന്നാണല്ലോ അറിയപ്പെടുന്നത്. അച്ഛന്റെ ധ്യാനം കൂടിയ ഏതെങ്കിലും ഒരു അനുഭവം അച്ഛനുണ്ടെങ്കിലൊന്ന് സംസാരിക്കാം. തീർച്ചയായിട്ടും ഞാൻ ആദ്യമായിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവിലേക്ക് വരുന്നത് നായ്ക്കമ്പറമ്പലച്ചന്റെ ധ്യാനം വഴിയാണ്. 1980 ആയപ്പോഴേക്കും പൗരോഹിത്യ പഠനത്തിന്റെ ഏതാണ്ട് 11ഓളം വർഷം ഞാൻ പിന്നിട്ടു. എൻ്റെ മനസ്സിൽ കുഞ്ഞുനാൾ മുതൽ, അതായത് ഒരു 5ാം ക്ലാസ് മുതൽ ഉള്ള ഒരു ആഗ്രഹമാണ് ദൈവാനുഭവം ഉണ്ടാകണമെന്ന്. അതിനൊരു കാരണമുണ്ട്. മാസവണക്കം പോലെ ഒരു ചെറിയൊരു പുസ്തകം എൻ്റെ വീട്ടിലുണ്ടായിരുന്നത് വിശുദ്ധ കൊച്ചുദേസ്യ പുണ്യവതിയുടെ ചരിത്രമാണ്. ഒരു വശത്ത് ഇങ്ങനെ കുട്ടികൾക്ക് ഉള്ള പോലെ രചനകളും മറ്റു വശത്ത് പടവുമായിട്ടുള്ളതാണ്. അത് വായിച്ച അവസരത്തിൽ ചില തിരുസ്വരൂപങ്ങൾ ഈ ബാലികയായ കൊച്ചുദേസ്യയെ നോക്കി ചിരിക്കുന്നു, ചില അനുഭവങ്ങൾ, കടൽ തീരത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ചില മനസ്സ് നിറയുന്ന ചില അനുഭവങ്ങൾ, ഇതൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നി എനിക്കും ഇങ്ങനെ വല്ലതൊക്കെ കിട്ടിയാൽ കൊള്ളാമല്ലോ എന്നുള്ള ചിന്ത തുടങ്ങി. ഞാനും പതുക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നാന്ന് എനിക്കറിയാൻ പാടില്ല, ദൈവാനുഭവം തന്നെയെന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ എൻ്റെ വീട് പള്ളിയുടെ തൊട്ടടുത്താണ്. അപ്പോൾ വിദ്യാലയത്തിൽ പോകുന്നതിനിടയ്ക്കൊക്കെ ഞങ്ങൾ കുട്ടികൾ ഒരുമിച്ച് ഒറ്റയ്ക്കൊക്കെ പോയി പ്രാർത്ഥിക്കും. സെമിനാരിയിൽ ചേർന്നു. 1 കൊല്ലം കഴിഞ്ഞു, 3 കൊല്ലം കഴിഞ്ഞു. നോവിഷ്യേറ്റിൽ പോകേണ്ട സമയമായപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്രയും നാളായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ദൈവാനുഭവം ഒന്നുമില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, നോവിഷ്യേറ്റിൽ വെച്ച് അതൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് നോവിഷ്യേറ്റ് വളരെ സന്തോഷപൂർവ്വമാണ് നോവിഷ്യേറ്റിലേക്ക് ഇങ്ങനെ പ്രതീക്ഷയോടെ പോകുന്നത് ദൈവാനുഭവത്തിന് വേണ്ടി. പക്ഷേ എനിക്ക് അത് കഴിയാറായിട്ടും പ്രത്യേകിച്ചും ഒന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ വളരെ ദുഃഖകരമായൊരു കാര്യമുണ്ടായി. എൻ്റെ അനുജൻ പെട്ടെന്ന് ആ കാലത്തിൽ ഒരു അപകടത്തിൽപ്പെട്ട് മരിക്കുന്നുണ്ട്. അപ്പോൾ അതോടുകൂടെ ദൈവാനുഭവത്തിന് വേണ്ടിയൊക്കെ ശ്രമിച്ച എൻ്റെ മനസ്സുരൂപത്തിൽ പറഞ്ഞാൽ ഒരു ശൂന്യതാ അനുഭവത്തിലേക്കും ദുഃഖാനുഭവത്തിലേക്കൊക്കെ കടന്നു വരികയാണ്. പൊതുവേ എനിക്കൊരു ദുഃഖപ്രകൃതി പൊതുവേ തന്നെ എനിക്കുണ്ടായിരുന്നു. അതോടുകൂടി ഇത് അല്പം കൂടുന്നൊരു അനുഭവം പോലെ വന്നു. ആ കാലത്ത് സുപ്പീരിയർ ജനറലായിരുന്ന കമ്മറ്റിയച്ഛൻ അവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ദൈവവിളി ഇല്ലായെങ്കിൽ ഞാൻ തുടരുന്നതിൻ്റെ നല്ലതല്ലല്ലോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ബ്രദറിനെ കുറിച്ച് നല്ല റിപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ സന്തോഷമാണ്, തീരുമാനം തീർച്ചയായിട്ടും ബ്രദറിൻ്റേതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ അവരൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ഞാൻ തന്നെ അങ്ങനെയാണ് എന്നെ ഒരു തീരുമാനം എടുക്കാൻ സഹായിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫിലോസഫി പഠിക്കാനായിട്ട് വന്നു. അക്കാലത്ത് നമ്മളിങ്ങനെ പല നിരീശ്വരന്മാരുടെ ഫിലോസഫികൾ അങ്ങനെ പല കാര്യങ്ങളൊക്കെ പഠിച്ച് പതുക്കെ എൻ്റെ മനസ്സ് വേറൊരു രീതിയിലേക്കായി. അത് കഴിഞ്ഞ് തിയോളജി തുടങ്ങി, പള്ളികളിലൊക്കെ പോയി പ്രസംഗിക്കാനൊക്കെ തുടങ്ങി. ദൈവസ്നേഹമാണ്, നമുക്ക് ദൈവസ്നേഹം അനുഭവിക്കാനായിട്ട് പറ്റും, വിശുദ്ധന്മാരുടെ ചരിത്രങ്ങളൊക്കെ അവിടെ പറയുന്നു. ഇത് ഓരോന്നും പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ ഭയങ്കരമായൊരു ദുഃഖവും ശൂന്യതയൊക്കെ തോന്നാനായിട്ട് തുടങ്ങി. ഞാൻ അനുഭവിക്കാത്ത കാര്യങ്ങളാണല്ലോ ആൾക്കാരോട് ഈ പറയുന്നത്. എൻ്റെ ജീവിതം ഇങ്ങനെ ഒരു ജീവിതമായി പോയല്ലോ. കാരണം എനിക്ക് ഇതുവരെ അനുഭവിക്കാത്ത ദൈവസ്നേഹത്തെക്കുറിച്ച് ഞാൻ ആൾക്കാരോട് അനുഭവിക്കണമെന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് തോന്നി, അങ്ങനെയാണെങ്കിൽ ഈ ദൈവസ്നേഹവും അനുഭവമൊക്കെ വല്ലതും ഉണ്ടോ, ദൈവസ്നേഹം എന്നല്ല ഇങ്ങനെയുള്ള ഈ സന്തോഷാനുഭവം ഉണ്ടോ ഇല്ലോ എന്നറിയാൻ വേണ്ടി ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടൊരു തീരുമാനം എടുക്കാൻ വേണ്ടി, ഇനി അച്ഛനാകാൻ 1.5 കൊല്ലമേ ഉള്ളൂ, തീരുമാനം എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ അവധിക്കാലത്ത്, അത് സെമിനാരിയിലെ ഷെഡ്യൂളിൽപ്പെട്ട ധ്യാനമല്ല, അവധിക്കാലത്ത് അച്ഛൻ സെമിനാരിക്കാർക്ക് വേണ്ടി വിദ്യാഭവൻ വെച്ച് നടത്തിയ ഒരു ധ്യാനമാണ്. ആ ധ്യാനത്തെ ഞാൻ പങ്കെടുത്തു. അപ്പോൾ ആ കാലത്ത് വളരെ വ്യക്തതയിൽ ഈ ധ്യാനത്തിലൂടെ പരിശുദ്ധാത്മാവിനെ കേട്ടു. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ദൈവസ്നേഹ അനുഭവം ഉണ്ടാകുന്നതെന്ന് ആദ്യമായിട്ട് എനിക്ക് വ്യക്തതയിൽ മനസ്സിലായി. റോമ 5:5 ഞാൻ ആ കാലത്ത് കേട്ടു, പലരുടെ സാക്ഷ്യങ്ങൾ കേട്ടു. അപ്പോൾ അതോടുകൂടി എനിക്ക് ഭയങ്കര ഉണർവായി. ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി എൻ്റെ ഓർമ്മയിലുള്ള എല്ലാ പാവങ്ങളും ഒക്കെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചു. അച്ഛൻ്റെ അടുത്ത് കൗൺസിലിംഗ് നടത്തി. 24 മണിക്കൂർ നേരത്തെ ഉപവാസമാണ് ആ കാലത്ത്. അപ്പോൾ ഞാൻ എൻ്റെ തീഷ്ണത കൊണ്ട് പച്ചവെള്ളം പോലും കുടിക്കാതെയൊക്കെ ഉപവസിച്ച്, കാരണം എനിക്ക് തീരുമാനമെടുക്കണം. ആ കാലത്ത് കയ്യൊപ്പ് പ്രാർത്ഥന വളരെ ആഘോഷമാണ് കരിസ്മാറ്റിക്കിന്. പള്ളിക്കകത്ത് പായൊക്കെ വിരിച്ചാണ്, സ്ലേയിങ് ഇൻ ദ സ്പിരിറ്റ്, അങ്ങനെയുള്ള ചില വരങ്ങളുടെ പ്രകടനമൊക്കെ അല്ല പ്രത്യേകതകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി ഒത്തിരി പേരങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും സ്ലേയിങ് ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിൽ നിറഞ്ഞൊരു നിർവൃതിയിലേക്കൊക്കെ പോകുന്നു. പക്ഷേ എൻ്റെ തലയിൽ ഈ ടീമംഗളെല്ലാവരും അച്ഛനെ കൈവച്ച് പ്രാർത്ഥിച്ചെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് ഒരു അനുഭവം ഉണ്ടായില്ല.
പക്ഷേ ഇത് കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര ആനന്ദത്തിൽ അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ പറയുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ച് ചിലപ്പോൾ ഒരു പക്ഷേ ഇവർ കയ്യൊക്കെ അടിച്ച് പാടി ഇപ്പോഴും കുറേ ദിവസം വെറുതെ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ചെയ്തപ്പോൾ ഉള്ള എന്താണ് ഇവർ പറയുന്നതെന്ന് എനിക്ക് തോന്നി. ധ്യാനം കഴിഞ്ഞ് ഞാൻ വളരെ ഒരു ഇത് പറഞ്ഞാൽ ഒരു പോയതിനേക്കാൾ ദുഃഖിതനായിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. കാരണം ഞാൻ ആഗ്രഹിച്ച് എനിക്ക് കിട്ടിയില്ല. അങ്ങനെ സെമിനാരിയിൽ 2-ാം ദിവസം ധ്യാനം കഴിഞ്ഞ് 2-ാം ദിവസം രാത്രിയിൽ ഉറങ്ങാനായിട്ട് ഒരുങ്ങുന്ന അവസരത്തിൽ ഞാൻ ലൈറ്റ് ഓഫാക്കി കട്ടിലയിലിരിക്കുന്നു. അക്കാലത്ത് എൻ്റെ സ്ഥിരം പ്രാർത്ഥനയാണ് ഉറങ്ങുന്നതിന് മുമ്പ്, ദൈവമേ എനിക്ക് ദൈവാനുഭവം തന്നെ. ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് പെട്ടെന്ന് ഒരു പ്രലോഭനം പോലെ ഒരു ശബ്ദം എവിടെ നിന്നും എനിക്കറിയാമല്ലോ എൻ്റെ മനസ്സിൽ കേൾക്കുകയാണ്. വെറുതെ ആവശ്യമില്ലാത്ത ഈ പ്രാർത്ഥന ചെയ്യ എന്തിനാണ് സമയം കളയുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കാണുന്ന ഇരുട്ടുള്ള മുറിയിൽ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല, പെട്ടെന്ന് എന്തോ ഒരു പ്രകാശം കൊണ്ട് നിറഞ്ഞൊരു ചെറിയൊരു പ്രകാശഗോളം ആ മുറിയിൽ പ്രത്യക്ഷപ്പെടുന്ന പോലെ അതിനൊരു ചെറിയൊരു അംശം എൻ്റെ ദേഹത്തോ എവിടെയാണോ എൻ്റെ ശരീരം മുഴുവൻ വന്ന് നിറയുന്ന അനുഭവം ഞാൻ അറിയാണ്ട് ഇങ്ങനെ കരയാം. കണ്ണുകൾ നിറഞ്ഞിങ്ങനെ ഒഴുകാനായിട്ട് തുടങ്ങി. ആ ദിവസങ്ങളിൽ ടീമിൽ പഠിപ്പിച്ചൊരു പാട്ടാണ് ആനന്ദമേ എന്തൊരു ആനന്ദമേ എന്ന്. ഞാൻ അറിയാണ്ട് ആ പാട്ടിങ്ങനെ പാടാൻ തുടങ്ങി. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞ് കാണുമായിരിക്കും എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ താങ്ങാൻ പറ്റുന്നതിനേക്കാൾ വലിയൊരു അനുഭവം. അറിയാണ്ട് ഞാൻ അറിയാണ്ട് പറയുന്നതാണ്, ഇനി ഒരിക്കലും ഞാൻ ദൈവാനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞു. അറിയാണ്ട് അങ്ങനെ പറയുന്നതാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. പ്രഭാതം മുതൽ എനിക്ക് തോന്നി എന്തോക്കെ സംഭവിക്കുന്ന പോലെ, ഏതോ ഒരു ലോകം മുഴുവൻ വ്യത്യാസപ്പെട്ടിരിക്കുന്ന പോലെ ഒരു ഫീലിങ്. എൻ്റെ ചില വ്യക്തിപരമായി ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ, ഒരു ദുഃഖപ്രകൃതി ഒരു പരിധിവരെയൊക്കെ മാറിക്കിട്ടി. എനിക്ക് ഭയങ്കര അസൂയ ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കാനായിട്ടൊരു നല്ല പറ്റുവാരും എനിക്ക് ഫസ്റ്റ് പോലെ കിട്ടുമായിരുന്നു. എന്നേക്കാൾ കൂടുതൽ മാർക്ക് ആർക്കും കിട്ടിയായിരിക്കും അവരുടെ വർത്തമാനം പറയാനൊരു പ്രയാസം. അതുപോലെ പെട്ടെന്നൊരു ദേഷ്യം, കൂടുതൽ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്തില്ലെങ്കിലും ഒരു ദേഷ്യം, ഇതെല്ലാം എനിക്കൊരു പരിധിവരെ അനുഭവത്തോടു കൂടി മാറിക്കിട്ടി. അപ്പം അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ദൈവാനുഭവം അന്വേഷിച്ച് പങ്കെടുക്കുന്ന ധ്യാനം അച്ഛൻ നയിച്ച ധ്യാനമാണ്. ആ രീതിയിലാണ് എനിക്ക് അച്ഛനുമായിട്ട് ഈ ധ്യാന ഫീൽഡ് പരിശുദ്ധാത്മാവുമായി ബന്ധമുള്ളത്. കാരണം അച്ഛൻ ആ കാലത്ത് തന്നെ പട്ടത്തിന് ശേഷം ഈ ധ്യാന ഫീൽഡിലേക്ക് വന്നു. അപ്പോൾ ഞാൻ കേട്ടു ഇങ്ങനെ അച്ഛൻ ധ്യാനിപ്പിക്കുമ്പോൾ പലർക്കും പരിശുദ്ധാത്മാഭിഷേകവും ദൈവാനുഭവം കിട്ടുന്നുണ്ടെന്ന് കേട്ട് അങ്ങനെയാണ് ഞാൻ പ്രത്യേകമായിട്ട് ഈ ധ്യാനത്തിന് പോയതും. ആ ധ്യാനത്തിന് ശേഷം 2-ാം ദിവസമാണ് എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുക. അതെൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രസംഗം ഒക്കെ ഞാൻ പറയുന്നത് എന്തോ അർത്ഥവത്തായ കാര്യമാണല്ലോ, ഞാൻ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് ഞായറാഴ്ച പ്രസംഗമാണെങ്കിൽ പോലും അത് പറഞ്ഞ് ഈ അനുഭവത്തിന് ശേഷം പറഞ്ഞു കഴിയുമ്പോൾ ചില ആൾക്കാർ വന്ന് പറയും ഞങ്ങൾക്കത് ഉപകാരപ്രദമായി, അന്ന് വന്നപ്പോൾ ഇന്ന രോഗസഖ്യം കിട്ടി. ഇങ്ങനെ ഈ അനുഭവത്തോടു കൂടി എൻ്റെ ജീവിതത്തിലും എൻ്റെ ശുശ്രൂഷയിലും പൗരോഹിത്യത്തോടെ തന്നെ എനിക്കൊരു ബഹുമാനവും സ്നേഹമൊക്കെ ഉണ്ടാകാനായിട്ട് ഇടയായിത്തീർന്നു. ഇനി നമ്മൾ നായ്ക്കമ്പറമ്പിലച്ചൻ്റെ നേതൃത്വത്തിലുള്ള ആരാധനയിലേക്ക് കടക്കുന്നു. അതിലൂടെ ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്കും. മേഘപാളികൾക്കുമപ്പുറം സ്വർഗദൂതർ മധ്യവാണിടും, ദൈവമെന്നെ തേടിയെത്തിടും. ആരാധനാ മുഹൂർത്തമായിതാ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 8 വാക്യങ്ങൾ 16-17. സായാഹ്നമായപ്പോൾ ജനം യേശുവിൻ്റെ അടുത്ത് വന്നു. അവർ അവരുടെ രോഗികളെ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു തൻ്റെ വചനത്താലെ അശുദ്ധാത്മാവിനാൽ പീഡിപ്പിക്കപ്പെട്ടിരുന്നവരെ വിടുവിച്ചു. അനേക രോഗികളെ സൗഖ്യപ്പെടുത്തി. ഇത് യേശയ്യ അരുളി ചെയ്തത് നിറവേറാൻ വേണ്ടിയാണ്. അവൻ നമ്മളുടെ രോഗങ്ങളും പാപങ്ങളും തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. ദിവ്യകാരുണ്യ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. എത്രയോ വലിയ ആശ്വാസമാണ് ഞങ്ങൾക്ക് ലഭിക്കുക. എത്രയോ വലിയ ആശ്വാസമാണ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കർത്താവേ, പാപികളും രോഗികളും അയോഗ്യരുമായ ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും പാപങ്ങളും അങ്ങ് ഏറ്റെടുത്തു. അങ്ങയുടെ അനന്തമായ കരുണ ഞങ്ങൾ അങ്ങിൽ കാണുന്നു. പ്രിയപ്പെട്ടവരെ,
ദൈവത്തെ മുഖാമുഖം കാണുവാൻ, തിരുവോസ്തിയിലൂടെ കാണുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. നമ്മിലെ അന്ധകാരവും ദുഃഖവും മാറിപ്പോകുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മിലേക്ക് ഇതാ കടന്നു വരുന്നു. അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കട്ടെ. പരിശുദ്ധാത്മാവിലൂടെയുള്ള ദൈവസ്നേഹം, ക്ഷമിക്കുന്ന കൃപ, സന്തോഷം, സമാധാനം ഇവ നമ്മിലേക്ക് കടന്നു വരുന്നത് തിരിച്ചറിയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശാരീരിക രോഗങ്ങൾ നമ്മുടെ ദിവ്യനാഥൻ സുഖപ്പെടുത്തുന്നുണ്ട്. ശരീരം ചൊറിച്ചിൽ, ശരീരം പൊട്ടി ഒഴുകുന്ന അനുഭവം രണ്ടുപേർക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ജ്ഞാനത്തിന്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം തിരുവചനം. കർത്താവേ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ഈ നിമിഷം വരെ നമ്മൾ വചനം പങ്കുവെക്കുന്നത് സാക്ഷ്യത്തോടുകൂടി കേൾക്കുകയായിരുന്നു. ഈ സമയത്ത് പിതാവ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ വർഷിച്ച് ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വ്യക്തിബന്ധങ്ങൾക്കും ആവശ്യമായ സൗഖ്യം അവിടെ നൽകുന്നു. ഉദരസംബന്ധമായ രോഗങ്ങൾ, വയറ് കമ്പിക്കുന്ന അനുഭവം, വയറിരിച്ചിൽ, ഇടയ്ക്ക് വേദന, 4 പേർക്ക് കർത്താവ് സൗഖ്യം നൽകുന്നു. പ്രിയപ്പെട്ടവരെ, 4-2 എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കുന്ന അനേകരിലേക്ക് ഈ ശക്തി ഒഴുകുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വിശ്വസിക്കുക, പ്രത്യാശിക്കുക, ദൈവം വാഗ്ദാനം ചെയ്യുന്ന ആ സൗഖ്യം സ്വീകരിക്കുക. ക്ഷീണം, തളർച്ച മാറ്റി പുതിയ ഉണർവ് ലഭിക്കുന്ന കൃപ 6 പേർക്ക് നൽകുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴുത്ത് കഴപ്പ്, വേദന 2 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുമ്മൽ, ജലദോഷം, ശരീരം വേദന 1 മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടുതൽ വചനം പഠിക്കാനും ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാനും കൃപ ഏതാനും പേർക്ക് ലഭിക്കുന്നു. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകാലുകളിലുള്ള വേദന കർത്താവ് സൗഖ്യം നൽകി ഏതാനും പേരെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കണ്ണിൽ കടി കർത്താവ് ആർക്കോ അത്ഭുതകരമായി സൗഖ്യം നൽകുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. അനേക വർഷങ്ങളായ തണ്ടൽ വേദന കർത്താവ് സൗഖ്യം നൽകുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ദൈവം അപ്പത്തിന്റെ രൂപത്തിൽ ഈശോനാഥൻ നമ്മുടെ മുമ്പിൽ തിരുവോസ്തിയിലായിരിക്കുന്നു. അവിടെ നമ്മെ അനുഗ്രഹിക്കുന്നു, പാപമോചനം നൽകുന്നു, പരിശുദ്ധാത്മാവിനെ നൽകുന്നു, ദൈവസ്നേഹം നൽകുന്നു, ആന്തരിക സൗഖ്യം നൽകുന്നു, ക്ഷമിക്കുന്ന സ്നേഹം നൽകുന്നു, ശരീരത്തിനും മനസ്സിനും സൗഖ്യം നൽകുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. തൊണ്ടയിൽ അസ്വസ്ഥത ചിലരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവ് നൽകിയ സൗഖ്യവും ദിവ്യസ്പർശനവും തിരിച്ചറിയുക. മനസ്സിലും ശരീരത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്ന ആ ദൈവത്തിന്റെ കാരുണ്യവും കൃപയും തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ ആനന്ദിക്കുക. മേഘപാളികൾക്കുമപ്പുറം സ്വർഗദൂതർ മധ്യവാണിടും, ദൈവം എന്നെ തേടിയെത്തിടും. ആരാധനാ മുഹൂർത്തമായിതാ, മേഘപാളികൾക്കുമപ്പുറം സ്വർഗദൂതർ മധ്യവാണിടും, ദൈവം എന്നെ തേടിയെത്തിടും. ആരാധനാ മുഹൂർത്തമായിതാ, ആരാധനാ സ്തുതി സ്തോത്രമേകിടാം, നമുക്ക് ആരാധനാ സ്തുതി സ്തോത്രമേകിടാം. ഹല്ലേലൂയ, സ്തുതി സ്തോത്രമേകിടാം, നമുക്ക് ഹല്ലേലൂയ, സ്തുതി സ്തോത്രമേകിടാം. ആരാധനാ സ്തുതി സ്തോത്രമേകിടാം, നമുക്ക് ആരാധനാ സ്തുതി സ്തോത്രമേകിടാം. ഹല്ലേലൂയ, സ്തുതി സ്തോത്രമേകിടാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും സ്തുതിയും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
ആത്മാവിൻ്റെ വെളിപ്പെടുത്തലുകൾ ഈ ആഴ്ചത്തേക്ക് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ചയും വീണ്ടും നമ്മൾ ചെറിയവിളി അച്ഛനോടൊത്തുള്ള സംസാരവുമായി കണ്ടുമുട്ടും. അതുവരെ നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ സാക്ഷ്യമായി ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ ആത്മാവിൻ്റെ വെളിപ്പെടുത്തലുകൾ വഴി ദൈവത്തിൻ്റെ അനുഗ്രഹം ആവശ്യമുള്ള മേഖലകൾ പ്രാർത്ഥനാ നിയോഗങ്ങളായി അറിയിക്കാം. ചുവടെ കാണിക്കുന്ന നമ്പറിൽ വിളിച്ചറിയിക്കുകയോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചിതമായ ആത്മാവിൻ്റെ വെളിപ്പെടുത്തലുകളുടെ വിലാസത്തിൽ എഴുതി അറിയിക്കുകയോ ചെയ്യാം. ഇനിയും കണ്ടുമുട്ടും വരെ ദൈവം നമുക്കിടയിൽ സമൃദ്ധമായി അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ ദൈവവചനം സ്ഥിരീകരിക്കട്ടെ. നന്ദി. മേഘപാളികൾക്കുമപ്പുറം സ്വർഗദൂതർ മധ്യവാണിടും. ദൈവമെന്നെ തേടിയെത്തിടും.